ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. ഇന്ന് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വെയിറ്റ് ലോസിന് പറ്റിയ അടിപൊളി ഒരു സാലഡ് റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 1 കപ്പ് നമ്മളെ വെള്ളക്കടല പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോക്ക് ചെയ്തിട്ട് രാത്രി വെച്ചതാണ്. അപ്പം ഇത് ഞാൻ 2 ദിവസത്തേക്ക് വേറൊരു ആവശ്യത്തിന് ചെയ്ത് വെച്ചാട്ടോ. അതുകൊണ്ടാണ് ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ സ്പ്രൗട്ടായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട, ഒരു തലേ ദിവസം സോക്ക് ചെയ്ത് വെക്കുക. അത് കഴുകിയിട്ട് നമ്മളൊരു പ്രഷർ കുക്കറിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 2 കപ്പ് വെള്ളവും പിന്നെ 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊരു 4 വിസിലിന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഈ ചിക്ക് പീസ് നല്ലോണം ഒന്ന് സോഫ്റ്റായി കിട്ടുന്നവരെ കുക്കായി കിട്ടണം കേട്ടോ. എന്നാലും സാലഡ് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടും. ഇനി ഇത് ആവശ്യമുള്ള കുറച്ച് വെജീസ് എന്തൊക്കെയാണ് പറഞ്ഞുതരാം. 1 ഒണിയൻ എടുത്തിട്ടുണ്ട്, 1 ക്യാരറ്റ്, പിന്നെ ഇവിടെ പാസ്ലി ലീവ്സ് അവൈലബിൾ ആണ്. ഞാൻ പാസ്ലി ലീവ്സ് എടുത്തിട്ടുണ്ട്. നാട്ടിൽ അവൈലബിൾ ആണെന്നൊന്നും എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ 3 തണ്ട് കൊറിയാൻഡർ ലീഫ് എടുക്കുക. പിന്നെ ചെറി ടൊമാറ്റോ നാട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ സാധാ ടൊമാറ്റോ കുരു കളഞ്ഞിട്ട് എടുത്താലും മതി. അപ്പം ഞാനിവിടെ ഒരു ചോപ്പറിലേക്ക് ഈ ക്യാരറ്റും ഒണിയനും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ അരിഞ്ഞ് വെച്ച ടൊമാറ്റോ, ഈ പാസ്ലി ലീവ്സും പിന്നെ കൊറിയാൻഡർ ലീവ്സ് ചോപ്പ് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാണ്. എല്ലാം ചെറുതായി അരിഞ്ഞ് വെക്കുക. നിങ്ങൾക്ക് ഇനി കുക്കുംബർ ആഡ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം ഈ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേറെ വെജീസ് എന്തെങ്കിലും ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഇനി ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്തത് ഞാൻ ഒരു ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തിട്ട് തോലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഗ്രേപ്സ്, ഒരു 5 ഗ്രേപ്സ് പകുതിയായി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഓഫ് സോൾട്ടും പിന്നെ ഒരു ലെമണിൻ്റെ പകുതിയും കൂടി സ്ക്വീസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെറിയ ബൗളാണ് ഇങ്ങനെ ഇളക്കുന്നതല്ലേ. നിങ്ങളൊരു പ്ലേറ്റിലാണെങ്കിൽ സ്പൂൺ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഈ സമയം നമ്മൾ ചിക്ക് പീസൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടാകും. അത് നല്ലോണം ഒന്ന് അരിപ്പയിലിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രെയിൻ ആയതിനു ശേഷം ഈ ചിക്ക് പീസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി, വളരെ സിമ്പിളാണ്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സ് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊമോഗ്രാനൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം, പിന്നെ പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ സാധാരണ ആപ്പിളും ഗ്രേപ്സും പൊമോഗ്രാനൈറ്റാണ് ആഡ് ചെയ്യാറുള്ളത്. വെയിറ്റ് ലോസ് ചെയ്യണയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാലഡ് റെസിപ്പിയാണ് കേട്ടോ ഇത്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. പിന്നെ ഇത് വേഗം തന്നെ വയറ് ഫുള്ളാവും ചെയ്യും. ഈ ചിക്ക് പീസിൻ്റെ കടലൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് നല്ലതായിട്ട് ഫുള്ളാവും. നിങ്ങൾക്കിത് 2 ദിവസം എടുക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പം ഞാൻ സാധാരണ അങ്ങനെ എടുക്കാറുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ മേലെ തന്നെ വെച്ചിട്ട് എടുക്കാറുണ്ട്. അതുപോലെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.